കേരള കോൺഗ്രസിന് സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരം ലഭിക്കുമെന്ന് ചെയർമാൻ പി ജെ ജോസഫ് എം.എൽ.എ. കേരള കോൺഗ്രസ് നേതാക്കൾ മുന്നണി മാറിയെങ്കിലും ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമാണ്. കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്ക് തിരിച്ചുവരുന്ന വിഷയത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല. വലിയ ഭൂരിപക്ഷത്തിൽ ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി. കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം രൂക്ഷമായിരുന്നു. ബി.ജെ.പി. മുന്നേറ്റമുണ്ടാക്കിയെന്നത് വസ്തുത. തൃശൂരിലെ പരാജയം UDF പരിശോധിക്കും. ഉമ്മൻചാണ്ടിയെ പ്രത്യേകം സ്മരിക്കുന്നതായും പി ജെ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. സ്റ്റേറ്റ് പാർട്ടി എന്നുള്ള അംഗീകാരം ലഭിക്കുകയാണ്. നല്ല ഭൂരിപക്ഷത്തിന് ശ്രീ ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്ത്യയിലും കാറ്റ് മാറി വീശുന്നതാണ് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം വ്യക്തമാക്കുന്നത്. കേരളത്തിൽ 110 നിയോജകമണ്ഡലങ്ങൾക്ക് UDF-നാണ് മുൻതൂക്കം. ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. അതാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം വലിയ ഭൂരിപക്ഷത്തിലേക്ക് എഴുന്നത്. ഇടുക്കിയിലും ശ്രീ ഡീൻ കുര്യാക്കോസിന് നല്ല വിജയമാണ് കൈവരിക്കാൻ കഴിഞ്ഞത്. ജനം ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നു എന്നാണ് ഇത് വ്യക്തമാകുന്നത്. ശക്തമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ശ്രീ ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ ഡീൻ കുര്യാക്കോസിനും വ്യക്തമായ ഭൂരിപക്ഷം, തൊടുപുഴയിൽ തന്നെ 33,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇടുക്കിയിൽ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഉമ്മൻചാണ്ടിയെ പ്രത്യേകം സ്മരിക്കുന്നു. പുതുപ്പള്ളി ഉൾപ്പെടെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും നല്ല ഭൂരിപക്ഷമാണ് ലഭിച്ചത്. MLA-മാർ ശ്രീ ചാണ്ടിയുമ്മൻ, തിരുവഞ്ചൂര്, കാപ്പൻ, മോൻസ് ജോസഫ്, അനൂപ് എല്ലാം ശക്തമായ പ്രവർത്തനങ്ങളുണ്ടായി. അവർക്കെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു.